ADGP MR അജിത് കുമാറും RSS നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് CPIM-ഉം സർക്കാരും. കൂടിക്കാഴ്ച നടന്നെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അറിയിച്ചിട്ടും മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കാത്തതിൽ കടുത്ത അതൃപ്തി പരസ്യമാക്കി CPI രംഗത്തെത്തി. പാർട്ടിക്ക് എന്ത് ഉത്തരവാദിത്തം എന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ചോദ്യം. മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ADGP പോയതെന്ന് VD സതീശൻ ആരോപിച്ചു. എന്നാൽ സ്വകാര്യ സന്ദർശനമെന്നാണ് ADGP മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള വിശദീകരണം. ഞങ്ങൾക്കറിയില്ല എന്ത് കാര്യമാണ് ആശയപരമായി, രാഷ്ട്രീയമായി, സൈദ്ധാന്തികമായി LDF-ന് ഒരു ബന്ധവുമില്ല RSS-നോട്. കേരളത്തിന്റെ സാംസ്കാരികോത്സവമായ തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ പങ്കുണ്ട് എന്നാരോപിക്കപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ആ പങ്കിന്റെ പിറകിൽ ഒരു കൈയുണ്ട് എന്ന് എല്ലാവരും കരുതുന്ന RSS-ന്റെ മേധാവിയുമായി നടന്ന ഈ കൂടിക്കാഴ്ചയുടെ അർത്ഥമെന്താണ്, ലക്ഷ്യമെന്താണ്, ഉള്ളടക്കമെന്താണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. ആ ആകാംക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാണും. ADGP RSS-ന്റെ ദേശീയ ഉപനേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ്. അതുകൊണ്ട് ADG വഴി ഒസബല വന്നിരുന്നു. 3 ദിവസം അദ്ദേഹം തൃശ്ശൂരിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ദൂതനായി ADGP അജിത് കുമാർ കണ്ടു. CPM-ആയിട്ട് അജിത് കുമാർ യാതൊരു ബന്ധമില്ല. ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഒരു ദൂതുമായി വിട്ടതാണ്. ഈ ഒരു ബന്ധമാണ് പിന്നെ പൂരം കലക്കലിലേക്ക് പോയത്. BJP-യെ തൃശ്ശൂരിൽ ജയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പൂരം കലക്കൽ. അതിനാരും മറുപടി പറയുന്നില്ലല്ലോ. ശ്രീജിത്ത് നൽകും തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ. ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ പാർട്ടിക്ക് എന്ത് ഉത്തരവാദിത്തമെന്ന് MV ഗോവിന്ദൻ ചോദിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ്. പക്ഷേ CPI കടുപ്പിച്ചു തന്നെയാണ് ഇന്ന് ബിനോയ് വിശ്വം അത് തുറന്നു പറയുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദൂതനാണ് ADGP MR അജിത് കുമാർ RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ എന്ന് ആരോപിക്കുകയാണ്. പ്രതിപക്ഷം അത് ഒരു ആയുധവുമാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഏത് രീതിയിലായിരിക്കും സർക്കാരും CPM-ഉം ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയെ വ്യക്തിപരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് CPM നേതാക്കൾ തള്ളിക്കളയുന്നുണ്ടെങ്കിലും അത്ര ലാഘവത്തോടെ കാണാവുന്ന വിഷയമല്ല ഇതെന്ന് നേതാക്കൾ തന്നെ തിരിച്ചറിയുന്നുണ്ട്. കാരണം മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും വിശ്വാസം കിട്ടുന്നതാണ് ഈ സംഭവങ്ങളെന്ന് അവർക്ക് നന്നായി അറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ഒരു തിരിച്ചുപോക്ക്, പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകളുടെ ഒരു തിരിച്ചുപോക്ക് ഉണ്ടായിരുന്നു. ഈ തിരിച്ചുപോക്കിൻ്റെ ശക്തി കൂടാൻ മാത്രമേ ഇത്തരം സംഭവങ്ങൾ ഉപകരിക്കൂ എന്നും നേതാക്കൾക്കറിയാം. അതുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ചയെ അതീവ ഗൗരവമുള്ളത് എന്ന നിലയ്ക്ക് CPM നേതൃത്വം കാണുന്നത്. എന്നാൽ ഇതുവരെയും ഈ സംഭവത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല. വാർത്താസമ്മേളനത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിൻ്റെ രൂപത്തിലോ മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചിട്ടേയില്ല. എന്നാൽ പ്രതികരിക്കുന്ന നേതാക്കൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ADGP-യുടെ കൂടിക്കാഴ്ച വ്യക്തിപരമാണ്, അതിന് ഞങ്ങൾ എന്ത് വേണം എന്ന മട്ടിലാണ് ഇന്ന് അദ്ദേഹം കണ്ണൂരിലും പ്രതികരിച്ചത്. എന്നാൽ വ്യക്തിപരമായ കൂടിക്കാഴ്ച ഒരു ഓൾ ഇന്ത്യ സർവീസ് ചട്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് കഴിയുമോ? അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ഒബ്ലിഗേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഔദ്യോഗികമായ ബാധ്യതകൾ ഉണ്ടാക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് പോകരുത് എന്ന് ചട്ടം അനുശാസിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയുടെ കാരണം എന്താണ്, ലക്ഷ്യമെന്താണെന്ന് തുറന്നു പറയണം എന്നാണ് CPI-യുടെ സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുന്നണിയിൽ തന്നെ ഒരു തർക്കവിഷയമായി മാറിയ സാഹചര്യത്തിൽ ഈ RSS നേതാക്കളുമായുള്ള ADGP-യുടെ കൂടിക്കാഴ്ചയെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് CPM എത്തി നിൽക്കുന്നു. എന്നാൽ ഇത് മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കമെന്ന് പറഞ്ഞ് പ്രതിരോധിക്കാനാണ് ശ്രമം. ഇന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ പ്രതികരണത്തിലും അത്തരത്തിലൊരു കാഴ്ചപ്പാടാണ് അവതരിപ്പിച്ചത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇപ്പോഴത്തെ ഈ RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദം. കൂടിക്കാഴ്ച ADGP നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വിശദീകരിക്കട്ടെ എന്ന നിലപാടും CPI നേതൃത്വം പറയുന്നു. ശരി, അത് തന്നെയാണ് നിലപാട്. ഇനി മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. എന്തായിരിക്കും അദ്ദേഹം മറുപടി നൽകുക എന്നാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. നമുക്ക് തിരിച്ചു